ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് തോരനാണ്. ബീഫ് തോരൻ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ബീഫ് നല്ല എല്ലാം കൂട്ടി നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യില്ലേ, അതുമാതിരി റോസ്റ്റ് ചെയ്ത ബീഫ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂട്ടിയിട്ട് തന്നെ അതിൽ ഉണ്ടാക്കിയാണ്. മുളകും മല്ലിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സബോളയൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് റോസ്റ്റ് ചെയ്ത്. ഇന്നലെ അത് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് വേറെ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ആദ്യം ഇത് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് റോസ്റ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ സബോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്ര സാധനങ്ങൾ മതി. ഗരം മസാല ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇടാം. കുരുമുളകിൻ്റെ ഇഷ്ടമുണ്ടെങ്കിൽ അത് അവസാനം ഇടാം. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ നമുക്ക് കാണാം കേട്ടോ. ആദ്യം ചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണ മതി, കാരണം ബീഫ് നല്ല റോസ്റ്റ് ചെയ്തപ്പോൾ എണ്ണ ഒന്നും അധികം ഒഴിച്ചിട്ടില്ല, എന്നാലും അതിലുള്ളതൊക്കെ മതി. കുറച്ച് ഒഴിച്ചാൽ മതി. ഈ സബോള വഴറ്റാനുള്ള ബീഫ് മതി, അല്ല എണ്ണ മതിയിട്ട. ഇതിലേക്ക് ആദ്യം സബോള ഇടാം. അത് ഇഞ്ചി ഇടുന്നത് മറന്നു. ആദ്യം ഇഞ്ചി ഉണ്ട്. നോക്കാൻ തുടങ്ങാനായിട്ട് മുമ്പേ നമുക്ക് മണം വരാൻ പറ്റും. ആദ്യം ഒന്ന് ഇഞ്ചി പതുക്കണം. ഇഞ്ചി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അപ്പോഴാണ് പിന്നെ ഇത് മൂന്നും കൂടി ഒന്നിച്ചിട്ടില്ല. ഞാൻ ഓർമ്മയില്ലാണ്ട് ആദ്യത്തെ സബോള ഇട്ടു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചട്ടി പഴയ ചട്ടിയേട്ടാ, ഒന്നും വിചാരിക്കല്ല. എളുപ്പത്തിന് കിട്ടിയതാണ്. അത് പപ്പടം വറക്കണ ചട്ടിയാണ്, പെർമനൻറ്റ് പപ്പടം വറക്കണ ചട്ടിയാണ്. എന്താ ഇങ്ങനെയാണോന്ന് ചോദിക്കണ്ട. ചട്ടി നല്ല വൃത്തിയുള്ളത് തന്നെ. പപ്പടം വറക്കാൻ വെച്ച് അങ്ങനെയാണ്. ഇത്ര വഴന്നാൽ മതി കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ചിക്കൻ ക്രഷ് ചെയ്ത് വെച്ച ബീഫ്, അതിൽ ചിക്കൻ വരുള്ളൂ. ബീഫാണ് കേട്ടത്. ബീഫ് നന്നായി ഇട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ മിക്സ് ചെയ്ത് കുറച്ച് കറി മസാല, കുറച്ച് ഗ്യാസ് ഇല്ലാതിരിക്കും, കുറച്ചിട്ടിട്ടുള്ളൂ. കുറച്ച് ഒരു അര സ്പൂണ് ഒരു പെപ്പർ, കുരുമുളക് പൊടി ഒക്കെ നന്നായി ഇട്ടിട്ട് ഒന്ന് നല്ലൊന്ന് ഉതിർത്തി വയ്ക്കുക. ഇത് പലതിനും കഴിക്കാം, കഞ്ഞിക്ക് മാത്രമല്ല കേട്ടോ. ചപ്പാത്തിക്ക് കഴിക്കാം, ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് ഉള്ളിൽ വെച്ചിട്ട് നമുക്കിത് ബർഗർ മാതിരി കഴിക്കാം. വെറുതെ ഇത് വെച്ചിട്ട് കഴിച്ചാൽ മതി. ഞാൻ വേറെ ഒന്നും എടുക്കില്ല, ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിക്കട്ടെ. ദോശക്കല്ല് അടുപ്പിൽ വയ്ക്കുക. കുറച്ച് നെയ്യ് ഒന്ന് ലൈറ്റായി തൊട്ട് കൊടുക്കുക. അതെന്താ മണം. എന്നിട്ട് ഈ ബ്രെഡ് ഇങ്ങനെ ഓരോന്ന് ടോസ്റ്റ് ചെയ്യുക നെയ്യിൽ ചെയ്താൽ നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കട്ടോ. നെയ്യിൽ ബ്രെഡ് നല്ല ടോസ്റ്റ് ചെയ്യുക. നോക്കട്ടെ. കരിയാണ്ട് നെയ്യിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് മറ്റേത് നല്ല പാകമാകുമ്പോൾ സാൻഡ്വിച്ച് മാതിരി എന്ന് പറയാം, ബർഗർ മാതിരി പറയാം. നമുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെ ഉള്ളിൽ വയ്ക്കാം. എനിക്കിത് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇത് മറ്റേത് സാലഡായിട്ട് കഴിക്കണത് എനിക്കിഷ്ടം. ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നത് ഇഷ്ടമല്ല.
അത് സാലഡായിട്ട് കഴിക്കും. പിന്നെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കഞ്ഞിയാണ്, നല്ല കുത്തരി കഞ്ഞി, ആവി പറക്കണ കഞ്ഞി. ഈ തോരനും കഞ്ഞി മാത്രം മതി. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാം. നമ്മുടെ ചേട്ടന് കഞ്ഞി വലിയ ഇഷ്ടമൊന്നുമില്ല. കഞ്ഞി നോക്കാൻ പോയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ മാതിരി കുഴപ്പമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇങ്ങനെ നെയ്യിൽ നല്ല മൊരിഞ്ഞ് മൊരിഞ്ഞ നമ്മുടെ റോസ്റ്റ് നല്ല മിക്സായിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാം. ഇത് രസം തന്നെയാണ്, കഞ്ഞി അതിനേക്കാളും രസം കേട്ടോ. കഞ്ഞിക്ക് ഇത് കൊണ്ടുവന്നോട്ടെ. ഉണ്ട് ഇപ്പത്തുണ്ട്. നല്ല ടേസ്റ്റാണ്. ബീഫ് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബീഫ് തോരൻ ഉണ്ടാക്കി നോക്കണം. നല്ല ബീഫ് നമ്മൾ വരട്ടില്ലേ, അതുമാതിരി മല്ലിപ്പൊടി കുറച്ചിക്കണം കേട്ടോ. മല്ലിപ്പൊടി അധികം ഇടില്ല. എല്ലാ ബീഫ് നമ്മൾ വരട്ടാൻ, ഇന്നലെ ഞാൻ വരട്ടിയതാണ്. ഇന്നേക്ക് കുറച്ചെടുത്തിട്ട് തോരൻ ഉണ്ടാക്കി. ഇപ്പോൾ ഇത് നമ്മൾ ബീഫ് തോരൻ ശരിയായിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിയണം എന്നുള്ളവർക്ക് ഒത്തിരി കൂടി നേരെ ഇട്ടിട്ട് ഇളക്കിയാൽ മതി കേട്ടോ. എത്ര മൊരിഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ കഴിച്ചാലും രസം തന്നെ. മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഇനി മൊരിയണം എന്നുള്ളവർ മൊരിയിക്കാന്ന് മാത്രം. എന്നിട്ട് ഇത്തിരി എടുക്കുക, ഇതിൽ ഇങ്ങനെ ഇടുക. നമ്മൾ കട്ട്ലൈറ്റൊക്കെ വെക്കില്ലേ, അതേമാതിരി തന്നെ. എന്നിട്ട് ഇതെടുത്തിട്ട് ഒരെണ്ണെടുത്തിട്ട് ഇങ്ങനെ മൂടുക. ഇത്ര പണിയാണ്, അത് കടിച്ച് തിന്നുക. ചിലപ്പോൾ പണി കഴിഞ്ഞില്ലേ. വെജിറ്റബിൾ വെക്കണം എന്നുള്ളവർക്കൊക്കെ ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിൽ വെക്കാം കേട്ടോ. കട്ട്ലേറ്റ് മാതിരി ഇതിൽ വയ്ക്കുക. എന്നിട്ട് അടുത്തതിട്ട് ടോസ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് ടോസ്റ്റ് ചെയ്താൽ നല്ല. ഇത് ടോസ്റ്റ് ചെയ്ത മാതിരി തന്നെ അല്ല കേട്ടോ, നെയ്യിൽ ടോസ്റ്റ് ചെയ്ത് അതിങ്ങനെ എടുക്കുക, ഒന്ന് കടിക്കുക. സൂപ്പർ പീസ്. എല്ലാവരും ഇങ്ങനെ നോക്കണം കേട്ടോ. ബീഫ് അടുത്ത ദിവസം നോക്കാം, ബീഫ് ഉണ്ടാവും. അപ്പോൾ വരട്ടേൻ്റെ ബാക്കി ഇങ്ങനെ എടുക്കാം. നമുക്ക് കഞ്ഞി വെക്കാം. ഞാൻ കഞ്ഞി കുടിച്ചല്ലോ കേട്ടോ. ഞാൻ കുറച്ച് കഞ്ഞി വെള്ളം ഒഴിച്ച് ആ ചോറിലേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് ഊറ്റിക്കളയണമെങ്കിൽ ഊറ്റിക്കളയാം. ഞാൻ വലിയ കാർബോഹൈഡ്രേറ്റ് കഴിക്കാത്ത ആളാണ്. ഈ കരണ്ടിയിൽ 2 കരണ്ടി ചോറെടുത്താണ്. കഞ്ഞി, ചോറില്ല കഞ്ഞി. ഉപ്പ് കുറവാണ്, നല്ല മതി, സാരില്ല. എന്നിട്ട് നമ്മുടെ ഈ സാധനം ഇത് കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കും. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ക്യാപ്സിക്കം ഇഷ്ടമുണ്ടോ, വെളുത്തുള്ളി ഇനിയും ചേർക്കണോ ഒക്കെ ചേർത്താം. ഞാൻ വെളുത്തുള്ളി നിറയെ വേവിക്കുമ്പോൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ചേർക്കാത്ത കേട്ടോ. വേറെ ഒരു വിഭവവും വേണ്ട, ഇത് രണ്ടും മതി. അപ്പോൾ ഓക്കെ കേട്ടോ.
എല്ലാവരും ഇതൊക്കെ ചെയ്ത് പിന്നെ എളുപ്പപ്പണിയൊക്കെ ചെയ്ത് സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഓക്കെ, നിങ്ങൾ കഴിക്കുക, ഞാനും കഴിക്കട്ടെ കേട്ടോ. ബൈ.